ആ വത്സല മേഡത്തിനോട് പോയി അന്വേഷിക്കും. അല്ലെങ്കിലും ഞാൻ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. ഡോക്ടർ ശീതളൻ, നിങ്ങളോട് ഞാൻ ഒ പിയിൽ ഇരിക്കാനല്ലേ പറഞ്ഞേ? അവിടെ വരുന്ന പേഷ്യൻസിന് ഇ സി ജി സ്കാനിങ് ഒക്കെ പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ഇതൊന്നും മനസ്സിലാവാത്ത? ഞാൻ ഇവിടുത്തെ കാര്യം മാനേജ് ചെയ്തോളാം. എന്നാ ഈ ഹോസ്പിറ്റലിന്റെ മൊത്തം കാര്യം നീ തന്നെ മാനേജ് ചെയ്തോ. എന്താ വിളിച്ചേ? നീന്നോ? നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിന്റെ MD ആയിട്ടുള്ള എന്നെ മാഡം എന്ന് വേണം വിളിക്കാന്ന്. ഈ മാഡത്തിന്റെ ഭർത്താവ് കൂടിയാണ് ഞാൻ. ദേ, ഈ സ്റ്റാഫിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഇനി എങ്ങാനും എന്നെ നീന്ന് വിളിച്ച ഭർത്താക്കന്മാരായ ഭാര്യമാരോട് കുറച്ച് ബഹുമാനമൊക്കെ വേണം. ഇതിനൊക്കെ ഞാൻ നിനക്ക് വീട്ടിൽ വെച്ച് തരാടി. എന്താ എന്താ പറഞ്ഞേ? വത്സല മാഡം, ആ ഐസിയുലെ പേഷ്യന്റ് കീഞ്ഞ് മയ്യത്തായിന്ന്. എപ്പോ? 5 മിനിറ്റ് മുമ്പ്. എന്നിട്ട് താനാ വിവരം ബന്ധുക്കളോട് പറഞ്ഞോ? ആര്, ഞമ്മളോ? ഞമ്മളിത് എത്ര കണ്ടതാ മേഡോ. ഞമ്മള് 2 ദിവസത്തേക്ക് ഓനെ വെന്റിലേറ്ററിലേക്ക് കയറ്റി. ഇതാണ് ആത്മാർത്ഥതയുള്ള ജീവനക്കാരൻ. കണ്ടോ ഡാക്കിട്ടറെ? മരിച്ചാളെ വെന്റിലേറ്ററിൽ കയറ്റി പണം പിടുങ്ങുന്ന അത്ര വലിയ മിടുക്കൊന്നുമല്ല. എന്റെ അച്ഛൻ കോടികൾ മുടക്കി ഈ ഹോസ്പിറ്റലിൽ കെട്ടിപ്പൊക്കി തന്നതും തന്നെ എന്റെ തലയിൽ കെട്ടിവെച്ച് തന്നത് എന്തിനാ? പണം ഉണ്ടാക്കാൻ തന്നെയാ. അത് ആവശ്യത്തിന് ഉണ്ടാക്കിയ പോരെ, അല്ലാതെ രോഗികളെ ശുശ്രൂഷിച്ച് എനിക്ക് പുണ്യം നേടണ്ട. വത്സല മാഡം, ആ പേഷ്യന്റ് നമ്മള് വെന്റിലേറ്ററിലേക്ക് മാറ്റി സ്ഥിതിക്ക് ഫാർമസിയിൽ ചെലവാകാതെ കിടക്കുന്ന ഒരുപാട് മരുന്ന് അതൊക്കെ ഞാൻ 30 പേരിലോട്ട് എഴുതി വെച്ചിരിക്കണം. മരിച്ചവനും മരുന്നോ? എനിക്ക് വയ്യ എന്റെ മൊയ്ത് ഡോക്ടറെ. ഞാൻ എന്റെ ഈ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങളെ ഏൽപ്പിക്കട്ടെ? അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല മേഡം. ഞാനൊരു സാധാരണ ഡോക്ടറായിട്ട് നിന്നു. കണ്ട് പഠിക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും MBBS പാസ്സായിണ്ടോ? അതെന്താ ഇപ്പൊ ഒരു സംശയം? ഈ മൊയ്ത് ഡോക്ടറൊക്കെ ഉണ്ടാക്കി തരുന്ന കാശിന്റെ 1% പോലും നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ വത്സല മേഡം, ഒരു കാര്യം പറയാലോ, നിങ്ങളെപ്പോലുള്ള മോനാളിമാർ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ നടത്തുമ്പോഴാണ് ഇന്നെപ്പോലുള്ള ഡോക്ടർമാർക്ക് വർക്ക് ചെയ്യാൻ ഒരു ഇത് കിട്ടുന്നത്. താങ്ക് യു മൊയ്തു. നോ മെൻസേ. ഡോക്ടർ വേഗം, ബൈക്കിൽ ടിപ്പല്ലോർ ഇടിച്ചതാ, ഒരുപാട് ചോര പോയി, മരിച്ചു എന്നാ തോന്നുന്നേ. മരിച്ചു നിങ്ങളാണ് തീരുമാനിക്കില്ല. നിങ്ങളാരും ഡോക്ടർമാരോ? പിന്നെ നമ്മൾ എന്തിനാ കുപ്പായിട്ട് നിൽക്കണം ഇവിടെ? നമ്മൾ നോക്കൂ, എന്നിട്ട് തീരുമാനിക്കൂ കേട്ടോ. കിടപ്പ് കണ്ടിട്ട് നഷ്ടക്കച്ചവടാന്നാ തോന്നണേ. അല്ല, ജീവണ്ട്. ഏതായാലും ഇപ്പൊ കൊണ്ടുവന്നു നന്നായി. എല്ലാരും ഒന്ന് പുറത്തിറങ്ങി കൊടുക്കി. മൂപ്പർക്ക് ഇതിരി കാറ്റ് പൊളിച്ചു കിട്ടട്ടെ. ഒന്ന് പുറത്തിറങ്ങി കൊടുക്കി എല്ലാരും. മാഡം, സംഭവം മയ്യത്തയക്കണ്. ശരിക്കും? ആ, എന്നാ പിന്നെ ഇയാളെ നേരെ ന്യൂറോ ICUലേക്ക് കൊണ്ടുപോവാം. അവിടെ ആകുമ്പോ 2 ബെഡ് ഒഴിവുണ്ടല്ലോ. ഏറ്റില്ലേ? പിടിച്ചൂടി, പോട്ടെ കൊണ്ട്. അതെ, അല്പം സീരിയസ് ആണ്. 48 മണിക്കൂർ കഴിയാണ്ട് ഒന്നും പറയാൻ പറ്റൂല. പ്രാർത്ഥിച്ചോളി കേട്ടോ. ഇപ്പൊ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന പേഷ്യന്റിന്റെ ബന്ധുക്കളാരാ? എന്താ? അതെ, പേഷ്യന്റിന് കഞ്ഞി വേണമെന്ന് പറയണ്ട്, വാങ്ങിക്കൊണ്ട് വന്നത്. രോഗിക്ക് നല്ല ആശ്വാസമുണ്ട്. കുറച്ച് ആപ്പിളും ഓറഞ്ചൊക്കെ വേണമെന്ന് പറയണ്ട്, വാങ്ങിക്കൊണ്ട് വന്നോളൂ കേട്ടോ. വരൂ, ഇരിക്കൂ. റിസൾട്ട് കിട്ടിയോ? കിട്ടി. അവിടെ എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ ഡോക്ടറെ? കൊളസ്ട്രോൾ 520, ഷുഗർ 390. തന്നെ ജീവിതം പോക്ക. വേഗം പോയി ECG എടുക്കണം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഒരു കിഡ്നി പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കിഡ്നി പോയോ? കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. പേടിക്കണ്ട. താനേ ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് വാ. കുറച്ചുകൂടി രക്തം പരിശോധിക്കാനുണ്ട്. പിന്നെ പോയിട്ട് വരുമ്പോഴേ സിസ്റ്ററെ, പാകത്തിന് ഉപ്പിട്ടിട്ട് ഒരു ഗ്ലാസ് നാരങ്ങ നീര് കിട്ടുമോ? വല്ലാത്ത ക്ഷീണം. ഇവിടെ ഇപ്പൊ ഇതേ ഉള്ളൂ, വേണോ? വരൂ. ഡോക്ടറെ, വല്ലാത്തൊരു ക്ഷീണം, പരവേശം. എന്താ പറ്റിയെന്നറിയില്ല. എന്താ ഇപ്പൊ ബുദ്ധിമുട്ട്? എന്താ തോന്നണേ? രാവിലെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ഈ വയറ്റിന്റെ ഉള്ളിൽ കൂടെ ഒരു കാളിച്ച, അത് ഇങ്ങനെ ഇങ്ങോട്ട് കേറി ഈ ഭാഗത്ത് കൂടെ, എന്നിട്ട് ഈ കയ്യിലേക്ക് ഇങ്ങോട്ട് വന്നു.
പിന്നെ ആകെ കണ്ണിലൊക്കെ ഇരുട്ടടച്ചു. പിന്നെ വിശർക്കൊക്കെ ചെയ്തു. ഏർപ്പുണ്ടായിരുന്നു അല്ലേ? വേർപ്പുണ്ടായിരുന്നു. എന്താ അസുഖം എന്ന് മനസ്സിലായില്ല. അത് ഈ ഗ്യാസ്. മൊത്തത്തിലൊരു ചെക്കപ്പ് വേണ്ടി വരും. ആണോ? വേണ്ടി വരും. പിന്നെ തൽക്കാലം ഒബ്സർവേഷനിൽ നിൽക്കട്ടെ, അതിനിടയ്ക്ക് മറ്റുള്ള ചെക്കപ്പ് ഒക്കെ നമുക്ക് നടത്താം. അപ്പോ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരുമോ? നിൽക്കേണ്ട വരും. നിൽക്കേണ്ടി വരും. ചിലപ്പോ 2 ദിവസമെങ്കിലും നിൽക്കേണ്ടി വരും അല്ലേ? നിൽക്കേണ്ടി വരും. അല്ല, ഇവിടെ 2 ദിവസമെങ്കിലും ഇവിടെ താമസിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി ചെക്കപ്പ് നടത്തിയിട്ട് പോയാൽ പോരെ? അല്ല, ഇത് അത്ര വലിയൊരു പ്രശ്നമുള്ളതല്ല. ചെറിയൊരു ഇത് തോന്നി. പ്രശ്നം നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് വന്ന എന്തിനാ? ഞങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചാലല്ലേ അറിയുള്ളൂ. അല്ല സാറേ, ഒരു 2-3 ദിവസം നിൽക്കാൻ മാത്രമുള്ള അസുഖമൊന്നും ഇല്ലല്ലോ. അത് എങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങൾക്ക് അതെല്ലാം അറിയുന്നെങ്കിൽ ഇങ്ങോട്ട് വന്ന എന്തിനാ? അച്ഛനൊക്കെ ഉണ്ട്, ഗ്യാസിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അച്ഛന് ഗ്യാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു ഏജൻസി തുടങ്ങിക്കോ. അല്ലാതെ ഇവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ചെക്കപ്പ് നടത്താതെ നിങ്ങളെ വിടാൻ പറ്റില്ല. അതാ. സിസ്റ്ററെ, എന്താ ഇത്? ഇത് ബില്ല്. അപ്പൊ ഇതോ? ബില്ല്. ഇതോ? അതും ബില്ല്. ഞാൻ ഇവിടെ വന്നിട്ട് 2 മണിക്കൂറായിട്ടില്ലല്ലോ, അപ്പോഴേക്ക് ഇത്രയും ബില്ലോ? എന്താ വല്ല ഡൗട്ടും ഉണ്ടോ? ഡൗട്ടേ ഉള്ളൂ. ഇത് ബില്ലിന്റെ കാര്യത്തിലാ. ഇത് നമ്മള് കൊളസ്ട്രോളും ഷുഗറും ചെക്ക് ചെയ്തതിന്റെ അല്ലേ? ഓക്കെ. ഇത് ECG, ഇത് എക്സ്റേയും സ്കാനിങ്ങും. എന്നാ എന്റെ ശവടക്കന്റെ ബില്ലും കൂടി തന്നേക്കും നിങ്ങൾ. സോ സോറി, ഞങ്ങൾ ആ സംവിധാനം ഇവിടെ തുടങ്ങിയിട്ടില്ല. ആവുമ്പോ പറയാം. അധികം വൈകാതെ തുടങ്ങേണ്ടി വരും. എന്റെ മാഷെ, നിങ്ങൾ ഈ ബില്ലൊക്കെ അടയ്ക്കണം, എന്നാലേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റെപ്പോ? അത് ഏത് സ്റ്റെപ്പ്? എൻഡോസ്കോപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരു കോപ്പും കേട്ടിട്ടില്ല. തന്റെ വായിലൂടെ ബൾബ് കടത്തി വയറ്റിൽ ഇറക്കി നടത്തുന്ന ടെസ്റ്റാ. എന്റെ വായിലൂടെയോ? തന്റെ അസുഖം നോക്കാൻ തന്റെ വായിൽ കൂടെ അല്ലാതെ. തൃപ്തിയായി ഡോക്ടർ, തൃപ്തിയായി സിസ്റ്റർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ എന്തിനാണ് ഈ റൂമിൽ കൊണ്ടിട്ടിരിക്കണത്? ഇത് ഒബ്സർവേഷൻ റൂമാണ്. ഓഹോ. നിങ്ങളെ ഞങ്ങൾക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കണം. ഇങ്ങനെ നിരീക്ഷിക്കാൻ മാത്രം എനിക്ക് എന്താ അസുഖമാണുള്ളത്? അതിപ്പോ ടെസ്റ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്നാ പിന്നെ എന്നെ അവിടെ തന്നെ ഇട്ടാ മതിയായിരുന്നല്ലോ. എവിടെ? ഐസിയുല്. എന്തിനാ? അല്ല, അവിടെ ആകുമ്പോ ചാർജ് കൂടുതലാണല്ലോ. സിസ്റ്റർ, ഇഞ്ചക്ഷൻ കൊടുത്തേക്കും. ശരിടാ. ഇഞ്ചക്ഷനാ? എനിക്കോ? വേണ്ട സിസ്റ്റർ, ഇഞ്ചക്ഷൻ പതുക്കെ പതുക്കെ പതുക്കെ. അപ്പോൾ ഈ മരുന്നൊക്കെ വാങ്ങി കഴിച്ചാൽ മതി കേട്ടോ. ഒക്കെ ശരിയായിക്കോളും. ശരി. വരി വരി വരി. കാലിനാണല്ലോ കുഴപ്പമല്ലേ? കുത്തിരിക്കും, ഇങ്ങോട്ട് കുത്തിരിക്കും. എന്താ കുഴപ്പം? കാലൊന്ന് ഉളുക്കിയതാ. ആ, നല്ല വേദനയുണ്ട്. അത് ശരി. മക്കളാ? അതെ. എന്താ മോളെ പേര്? മോളെ പേരെന്താ? ഏത് സ്കൂളിലാണ് പഠിക്കുന്ന മോള്? ഡോക്ടർ നമ്മുടെ കാല് നോക്കി വെറുതെ ശൃംഗരിക്കാതെ. മോളോ അല്ലേ? കാല് നോക്കാം. ഇത് പൊട്ടിക്കണല്ലോ. ഇല്ല, ഉളുക്കിയതാ. അല്ലല്ല, പൊട്ടിക്കണേ. കാണണ്ടില്ല നിങ്ങള്? പൊട്ടിക്കണ സാധനം സ്ക്രൂ ഇടേണ്ടി വരും. ഇന്നിപ്പോ വീട്ടിൽ പോക്കൊന്നും ശരിയാവും തോന്നുന്നില്ല. അല്ല, ഇതെന്തിനാണ് ഗ്ലൂക്കോസ്? എനിക്ക് അതിന് മാത്രം അസുഖമൊന്നുമില്ല. താൻ ഇതിനു മുമ്പ് ഡോക്ടർ ആയിരുന്നോ? ആര്? താൻ. അല്ല. എന്നാ അങ്ങോട്ട് വലിയ അഭിപ്രായം ഒന്നും പറയണ്ട. ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. എനിക്ക് അതിന് മാത്രം ക്ഷീണമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ ഗ്ലൂക്കോസ്? മിണ്ടാതെ കിടന്നോണോ അവിടെ? നിങ്ങളുടെ കൂടെ ആരുമില്ലേ? ആരുമില്ല. ബൈസ്റ്റാൻഡർ ഉണ്ട്. വേണോ? ബൈസ്റ്റാൻഡറോ? അതെന്താ സാധനം? അത് സാധനമല്ല, മനുഷ്യന്മാരാ. മനുഷ്യന്മാരോ? രോഗികളുടെ സഹായത്തിന് ദിവസക്കൂലിക്ക് കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റിയ ആൾക്കാരാ. വെറും 500 രൂപ ചാർജ് ഉള്ളൂ ഒരു ദിവസം. ഓ, അങ്ങനെയും പിഴിയല്ലേ? വേണ്ടെങ്കി വേണ്ട. അവിടെയല്ല, കയ്യില. അനങ്ങല്ലേ, രക്തം അങ്ങ് കുപ്പിയിലോട്ട് കയറും. സിസ്റ്റർ, പ്രസവ മുറി എവിടെ? ആ മുറിയിലേക്കൊന്നും പോകാൻ പറ്റില്ല. അയ്യോ, എന്റെ ഭാര്യയോടെ കിടപ്പുണ്ട്. ആരുടെ ഭാര്യയിലും അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ബ്ലഡ് വേണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഭാര്യ. ആരുടെ ഭാര്യ? എന്റെ ഭാര്യ. സാർ, ഇയാളുടെ ഭാര്യ ഇവിടെ പ്രസവിക്കാൻ കിടക്കുവാന്ന്.
ഇയാളുടെ എന്താ എൻ്റെ ഭാര്യയൊക്കെ പ്രസവിച്ചൂടെ? ഞാൻ ഗൾഫിൽ നിന്ന് ഇപ്പൊ വന്നോളൂ. രക്തം കൊണ്ട് എന്റെ രക്തം അവളുടെ രക്തം മാച്ചാ. താൻ ഒരു കാര്യം ചെയ്യും, ആ ബ്ലഡ് ബാങ്കിന്റെ സൈഡിൽ എങ്ങാനും പോയി നിൽക്ക്. തന്റെ ഭാര്യയ്ക്ക് പേരൊന്നും വന്നിട്ടില്ല, പിന്നെ ഈ ബ്ലഡ് ഓപ്പറേഷന്റെ സമയത്ത് മതിയല്ലോ. ഓപ്പറേഷനോ? പിന്നെ വേണ്ടി വരും. അത് മുൻകൂട്ടി തീരുമാനിച്ചാ? സ്ക്രൂ ഇട്ട് മുറുക്കിയ കാലിപ്പോ പഴുക്കുന്നു ഡോക്ടറെ, ഭയങ്കര വേദന. പൈക്കുന്നുണ്ടോ? ആ പഴുക്കുന്നു. ഷുഗറിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. ഷുഗറോ? ആ പൈക്കുന്നുണ്ടെങ്കിൽ ഷുഗർ, മുഖം കണ്ടാലേ ഷുഗർ ഉണ്ട് നിങ്ങൾക്ക്. അതൊന്ന് ടെസ്റ്റ് ചെയ്യണം നമുക്ക്. എന്നാ നോക്ക് ഡോക്ടറെ. ഇവിടെ നോക്കൂല, നമ്മളെ ഡിപ്പാർട്ട്മെന്റ് പറയാ, അത് എൻഡോക്രൈനോളജിസ്റ്റിനെ പോയി കാണിക്കണം. ആണോ? ആ ആ അങ്ങോട്ട് പോയിക്കോളി. വാ മക്കളെ. ഡോക്ടറെ, കാലൊന്ന് ഉളുക്കിയതാ, പൊട്ടലുണ്ടെന്ന് പറഞ്ഞ് സ്ക്രൂ ഇട്ടു, ഇപ്പൊ പഴുക്കുന്നു. ഇവിടെ കാണിക്കാൻ പറഞ്ഞു. നല്ല പഴുപ്പുണ്ടല്ലോ. ഷുഗർ ഉണ്ടെന്നും പറയുന്നു. അതൊന്നല്ല കാരണം, ഈ സ്ക്രൂ അഴിച്ചു മാറ്റണം. പൊട്ടലില്ലാത്ത കാലിൽ പിന്നെ സ്ക്രൂ ചെയ്ത പഴുക്കാതെ സ്ക്രൂ അഴിച്ചു മാറ്റണം. സാറേ, വല്ല പിടിയും കിട്ടിയോ സാറേ? ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. എന്താണ്? ഈ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ഗ്യാസ് ട്രബിൾ എന്ന് കേട്ടിട്ടുണ്ട്. പോരാ, നമുക്ക് ഒരു എൻഡോസ്കോപ്പി കൂടെ എടുത്തു നോക്കണം. എൻ്റെ പൊന്ന് സാറേ, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത എന്തെങ്കിലും ടെസ്റ്റുകളുണ്ട് ഇനി ബാക്കി ഇവിടെ? സത്യശീല, വേറൊരു ടെസ്റ്റും കൂടി ചെയ്യാണ്ട്. അതെന്താണ്? നിങ്ങളിങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ രോഗം എന്താണെന്ന് ഞങ്ങളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുന്നത് വേറെ എവിടെ നിന്ന് എടുത്തു കൊണ്ടുവരേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതാ. ആ റൂമിലേക്കൊന്ന് ചൊല്ലി, അവിടെ മണ്ടോദരി സിസ്റ്റർ ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്താണ്. ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കാം. ചെല്ലി, ധൈര്യമായിട്ട് ചെല്ലി, മനസ്സിന് ധൈര്യം കൊടുക്കുന്നു. ഡോക്ടർ, ആ ഗൾഫുകാരന്റെ ഭാര്യ പ്രസവിക്കാറായിന്ന്. നോർമൽ ഡെലിവറിയോ? അതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യൂ, സിസ്റ്റർ വേഗം ഓപ്പറേഷനുള്ള ഏർപ്പാട് ചെയ്യൂ. പിന്നെ ആ ഗൾഫുകാരൻ്റെ അടുത്ത് പറയാൻ മറക്കണ്ട, ഒപ്പിടിപ്പിക്കാനും മറക്കണ്ട. ശരി. ആ ഡോക്ടർ, മേഡം പറഞ്ഞു ആ ഗൾഫുകാരന്റെ ഭാര്യക്ക് സിസേറിയൻ നടന്ന്. എന്തിന്? അവര് പ്രസവിച്ചെന്ന് തോന്നണേ. കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നില്ലേ? മേഡം, അവര് പ്രസവിച്ചു. നിങ്ങളോടൊക്കെ എത്ര തവണ പറഞ്ഞതാ ഇതൊക്കെ സൂക്ഷിച്ചും കണ്ട് കൈകാര്യം ചെയ്യണമെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, അയാൾ അറിയണ്ട, അവരെ ബോധം കെടുത്തി വയറ് കയറി തുണി കെട്ടിക്കോളും. ആരാ പേഷ്യന്റിന്റെ ഭർത്താവ്? ഞാനാ. പേര്? സുമേഷ്. സിസേറിയനാ, പെൺകുഞ്ഞാ. പിന്നെ ഇനിയിപ്പോ കുറച്ച് ചൂടുള്ള ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും വാങ്ങി വന്നോളൂ. എനിക്കൊരു സംശയമുണ്ട്. എന്താ? അവൾ ഇതിനകത്ത് കയറിയിരിക്കുന്ന പ്രസവിക്കാനാണോ അല്ലാതെ ഇന്നാണോ? അതിപ്പോ ബോധം തെളിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ആപ്പിളും ബിസ്ക്കറ്റും ഒക്കെ എന്ത് ചെയ്യും? അത് ഓപ്പറേഷന് മുമ്പ് കഴിക്കാൻ, ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിക്കാൻ. നിങ്ങൾ പോലെ വേഗം മേടിച്ചോണ്ട് വന്നേ. എന്നാലും പ്രസവിക്കണേന് ഇത്രയൊക്കെ തിന്നണം. സ്ക്രൂ എടുത്ത് മാറ്റിയതിന് ശേഷം കാലിന് വല്ലാത്ത ഒരു തളർച്ച. ഇവിടെ വന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞു. അതെ, നിങ്ങളുടെ കാലിൽ ഒരു ഞരമ്പ് എടുത്ത് മാറണം. അതാണ് നിങ്ങളുടെ കാലിന്റെ പ്രശ്നം. ഒന്ന് ഉളുക്കിയതേ ഉള്ളൂ. ഞരമ്പിന്റെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഉളുക്കിയത്. സാരമില്ല, നമുക്ക് ഒരു ചെറിയ ഓപ്പറേഷനിലൂടെ എടുത്ത് മാറ്റാം. Shut up your bloody mouth. ഒരു ചെറിയ ഉളുക്കുമായി വന്ന എന്റെ അമ്മയുടെ കാലിൽ നിങ്ങൾ സ്ക്രൂ ഇട്ട് മുറുക്കി. അത് പഴുത്തു കഴിഞ്ഞപ്പോ അത് അഴിക്കണമെന്ന് പറഞ്ഞു, അഴിച്ചു. ഇപ്പൊ ഞരമ്പ് മുറിക്കണമെന്ന് പറയുന്നു. ഇതേ ഒരു മനുഷ്യ ശരീരാ. ഇപ്പൊ തന്നെ കാശ് എത്ര ചെലവായത്? നിങ്ങളുടെ പരീക്ഷണങ്ങൾക്കും കോപ്രായങ്ങൾക്കും ഒന്നും എന്റെ അമ്മയെ കിട്ടില്ല. അതിന് വേറെ ആളെ നോക്കണം കേട്ടോ. മനുഷ്യ പറ്റിയില്ലാത്ത മൃഗ ഡോക്ടർമാര്. എന്താടോ നോക്കുന്നത്? ബാമേ, നമുക്ക് പോ. മാഡം, വത്സല മാഡം, അതെ, ICU മരിച്ച ഒരു പേഷ്യന്റ് ഇല്ലേ, ഞാൻ അയാളെ പറ്റി അന്വേഷിച്ചു. അയാള് ബടാ പൈസക്കാരനാ. അപ്പൊ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ 2-3 സർജറി കൂടി മൂപ്പരുടെ പേരിലോണ്ട് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. താങ്ക് യു. പക്ഷേ ഇന്നിവിടെ സർജറി ചെയ്യാൻ ആരും ഇല്ലല്ലോ. എന്തിനു വേറെ സർജന്മാര്? ഞമ്മളില്ലേ? ഞമ്മളെന്തെങ്കിലും ഒരു വിശ്വാസം ഇല്ലാത്ത ഐക്കോറ കീറി മുറിക്കണ പോലെ ഞാനുണ്ട് കീറി മുറിച്ചു തരും. എന്റെ മൊയ്ത് ഡോക്ടറെ,
നിങ്ങളെ ഞാൻ ഈ RMO സ്ഥാനത്ത് നിന്ന് എന്റെ ഡയറക്ടർ ബോർഡിലേക്ക് ഒന്ന് കേട്ടട്ടെ. അതിനൊന്നും ആവശ്യമില്ല, നമ്മളൊരു സാധാരണ ഡോക്ടറായിട്ട് നിന്നോളാം. എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം സർജറി നടത്തിയിട്ട് ബോഡി ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ട് കാശാക്കിക്കോ. എടി കൊച്ചേ, എനിക്കിന്ന് 2-3 കിലോ ആപ്പിൾ വേണം വീട്ടിലേക്ക്, ഗസ്റ്റ് വരുന്നുണ്ട്. അതെ, ആപ്പിള് പുറത്തു പോയി മേടിക്കൊന്നും വേണ്ട. ആ ICUലെ പേഷ്യൻ്റ് അല്ലേ മരിച്ച ശങ്കരൻ്റെ മോൻ പുറത്ത് കുത്തിരിക്കുന്നുണ്ട്. ഓനോട് പറഞ്ഞാൽ മതി അച്ഛന് ആപ്പിൾ തിന്നാൻ പോതിണ്ടെന്ന്. അച്ഛൻ മരിച്ചു ഓൻ അറിഞ്ഞില്ല, ഓൻ പുറത്ത് പോയി മേടിച്ചുകൊണ്ടെന്നുള്ളൂ. അത് മനസ്സിലാൻ മേഡത്തിന് കൊണ്ടു കൊടുക്കുക. ഇപ്പൊ മണ്ടോദരി സിസ്റ്റർ കഞ്ഞി വാങ്ങിപ്പിച്ചതേ ഉള്ളൂ. കഞ്ഞി കുടിക്കാനുള്ള സമയമൊക്കെ ആയോ? അന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞോട്ടെ. ഏതായാലും വൈകുന്നേരത്തിനടക്കം അത് മേടിച്ച് കൊണ്ടു കൊടുത്തില്ല, അല്ലെങ്കിൽ മത്സരം മേഡത്തിൻ്റെ സ്വഭാവം അറിയാലോ. പോയിക്കോളി. എന്തിനാ ഡോക്ടറെ എത്രയും മാത്രം ഗുളികൾ? എടോ, ഇത്രയെങ്കിലും എഴുതിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല, വീട്ടിൽ ചെന്നാലും കിട്ടില്ല. ഇത്രയെങ്കിലൊക്കെ എഴുതണമെന്നാ കൽപ്പന. ഇനി ഇത് മുഴുവൻ ഞാൻ കഴിക്കണോ? പിന്നെ അല്ലാതെ ഞാൻ കഴിക്കണോ? തനിക്ക് രോഗം വന്നാൽ താൻ കഴിക്കണ്ടേ? ഇതൊക്കെ 4 തരമല്ലേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇതിലേതാ വാങ്ങേണ്ടത്? എല്ലാം വാങ്ങണം, ചതിക്കരുത്. എല്ലാ ഗുളിയും. എടോ, വൈറൽ ഫീവറാ, സൂക്ഷിക്കണം. അപ്പൊ ഇനി ഇതിലേതാ കഴിക്കേണ്ടത്? അതല്ലേ പറഞ്ഞത്, പനി അധികം ഉണ്ടെങ്കിൽ ഇത്, കുറച്ച് പനിയാണെങ്കിൽ ഇത്. ഇനി പനി മാറിയെങ്കിൽ ഈ ഗുളിക കഴിക്കുക, ഒരു സപ്പോർട്ടിങ്. ഇത് പനി വരാതിരിക്കാൻ എല്ലാ ഗുളിയും മേടിക്കണം, മേടിച്ച് കഴിക്കും. വരാതിരിക്കാനും കഴിക്കണോ? എടോ, വരാതിരിക്കാൻ കഴിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പൊ അത് മാത്രം കഴിച്ചാൽ മതിയല്ലോ. പിന്നീട് ഇത് തുടർച്ചയായിട്ട് പനി വരുന്ന ഗുളികളെല്ലാം കഴിക്കണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ഗുളിയും കഴിക്കുക കേട്ടോ, പറഞ്ഞതിനനുസരിച്ച് ഗുളിക. ഓക്കെ? നമ്മളോടാ കളി. ഡോക്ടറെ, ഇതെന്താ ഇത് കണ്ടറിഞ്ഞൂടെ ബില്ല്? നിങ്ങൾ ഈ ആശുപത്രിയിൽ ഇത് മാത്രമേ കൃത്യമായിട്ട് നടക്കുന്നുള്ളൂ, ഈ ബില്ലടിക്കല്? ചികിത്സയ്ക്ക് വരുമ്പോ ബില്ലടിക്കാതെ പറ്റുമോ? ഇനി എപ്പോഴാ നിങ്ങൾ എന്നെ ഒബ്സർവേഷനിൽ നിന്ന് മോചിപ്പിക്കുക? എന്താ എന്റെ അസുഖം? ഇതൊരുമാതിരി തീവ്രവാദികളെ നോക്കുന്നത് പോലെയാണ്. ഹലോ, അത് കണ്ടോ? ഇതങ്ങനെ പലയിടത്തും കാണും. എന്നാ അത് പാലിക്കണം. കാണുന്നു മിണ്ടാടിയോ? ഇതൊരു ആശുപത്രിയാണ്. ഇത് ആശുപത്രി അല്ല, ഇത് അറവുശാലയാണ്. ഇയാൾ എന്തിനാണ് വിളിക്കുന്നത്? എനിക്ക് ഇപ്പൊ അറിയണം എന്താണ് എന്റെ അസുഖം എന്ന്. ഞാൻ വന്നപ്പോൾ മുതൽ നിങ്ങൾ തുടങ്ങിയതാണല്ലോ എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കല്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്റെ അസുഖം എന്താണെന്ന്? ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് തുറന്നു വെച്ചോണ്ടിരിക്കണത്? നിങ്ങൾ പൊക്കൂടെ കൂടിയിട്ട്. ഡോക്ടറെ, എന്റെ അസുഖം എന്താണ് ഡോക്ടറെ? എടോ, തനിക്ക് എടോ, തന്റെ ശരീരത്തിൽ നിന്നൊരു ദ്രവം കുത്തിയെടുത്ത് ഞങ്ങൾ ബോംബെയിലെ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. 2 ദിവസം കഴിയും അതിന്റെ റിസൾട്ട് വരാൻ. അല്ലേ വത്സല മേഡം? ഞാൻ അറിയാതെ എപ്പോഴാണ് നിങ്ങൾ എന്റെ ദ്രവം കുത്തിയെടുത്തത്? അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇഷ്ടമുള്ളതൊക്കെ കുത്തിയെടുക്കും. അല്ലേ വത്സല മേഡം? അയ്യോ, അതെ. എന്താ ഇത്? ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട്. ഒന്ന് ശരിക്കും നോക്ക് എന്തിന്റെ റിസൾട്ടാണ്. ഇത് ആരുടെ മൂത്രം ടെസ്റ്റ് ചെയ്ത റിസൾട്ടാണ്. അയ്യോ, ഇത് മാറിപ്പോയതാ. സാരമില്ല, കുറച്ചുകൂടി ബ്ലഡ് തരൂ, നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം. അതിന് ഇനിയും പണം വേണ്ടി വരില്ലേ? പിന്നെ പണം അടയ്ക്കാൻ ഇവിടെ ഒന്നും ടെസ്റ്റ് ചെയ്യില്ല. ഇതൊന്നും എന്റെ കുറ്റം കൊണ്ടല്ലോ, നിങ്ങളെ കെടുകാര്യസ്ഥ കൊണ്ടല്ലേ സംഭവിച്ചത്. എന്തോന്ന്? നിങ്ങളെ പിഴവ് കൊണ്ടല്ലേ സംഭവിച്ചതെന്ന്. ഒരു പിഴവൊക്കെ ആർക്കും സംഭവിക്കും. നിങ്ങൾ ഇത് മേടിച്ചപ്പോ ഇത് ശ്രദ്ധിച്ച് വാങ്ങേണ്ടതായിരുന്നില്ലേ? ഇതൊക്കെ വലിയ കഷ്ടം തന്നെ കേട്ടാ. പോയി പണം അടച്ചിട്ട് വാ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. വലിച്ചു വിടൂ, നല്ലോണം വലിച്ചു വിടൂ. ഒന്ന് എടുക്കൂ. നിങ്ങൾ എത്ര ദിവസമായി പരിശോധന തുടങ്ങിയിട്ട്? എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല എന്റെ രോഗം എന്താണെന്ന്? മിസ്റ്റർ സത്യശീലൻ, ഞങ്ങൾ നിങ്ങളുടെ രോഗം കണ്ടെത്തി കഴിഞ്ഞു. ഞങ്ങൾ നിങ്ങളുടെ രോഗത്തിന്റെ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. എന്നാൽ അത് പറയൂ, എന്താണ് എന്റെ അസുഖം? സംയമനം പാലിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഏതൊരു അസുഖമുള്ള ആൾക്കും മനോധൈര്യം ഉണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഡോക്ടർമാർക്ക് പകുതി ചികിത്സിച്ച് ഭേദാക്കാനൊക്കെ പറ്റുള്ളൂ. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അസുഖം ചിലപ്പോ ഭീകരാവാം, ചിലപ്പോ സിമ്പിൾ ആവാം, പക്ഷെ അത് കണ്ടെത്തൽ, അതിലാണ് നമ്മുടെ വിജയം. അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെന്താ പ്രശ്നം? ഇനി എന്തൊക്കെയാണാവോ എന്തോ. പേടിക്കാനൊന്നുമില്ല. സത്യശീലെന്താ, ഈ ബോട്ടിലിലെ മരുന്ന് ദിവസം 3 നേരം വീതം കഴിച്ചാൽ മതി. പിന്നെ ഈ ബോട്ടിൽ തീരുമ്പോൾ 1-2 ബോട്ടിലും കൂടി വാങ്ങിച്ചിട്ട് സ്ഥിരമായിട്ട് കഴിക്കാം. അപ്പൊ പിന്നെ തന്റെ രോഗത്തിന് ഒരു ശാന്തി ഉണ്ടാവും. ഇത് ഗ്യാസിനുള്ള മരുന്നല്ലേ? അതാണ് തന്റെ അസുഖം. ഇതെന്താ ഇത്? അറിയാല്ലേ, ഇത്രയും ദിവസം കുറെ ടെസ്റ്റും നിരീക്ഷണവും മരുന്നും. ഇത് ശരിയാവില്ല. ഇത് കത്തിയല്ല, കൊടുവാളാണ്, കൊടുവാള്. മിസ്റ്റർ, നിങ്ങളിങ്ങനെ നേരാമണം നടക്കുന്ന സ്ഥാപനത്തെ കുറിച്ച് അനാവശ്യം പറയരുത്. താമണ്ണടിക്കണോ? വെറും ഗ്യാസിന്റെ അസുഖത്തിനാ ഇത്രയധികം ടെസ്റ്റും മരുന്നും ബില്ലും?
ഹോസ്പിറ്റലിൽ വലുതാവുമ്പോഴേ രോഗിയും വലുതാവും ബില്ലും വലുതാവും. താനിങ്ങനെ കയറി വരുമ്പോഴേക്കും എന്താ അസുഖം ടെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ദിവ്യസിദ്ധിയൊന്നുമില്ല. എന്നാലും ഈ വെറും ഗ്യാസിന്റെ അസുഖത്തിന് 34,599 റുപ്യ. അതുകൊണ്ട് എന്താ, തനിക്ക് മറ്റൊരു അസുഖം ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി വീട്ടിൽ പോയിട്ട് ജീവിക്കാലോ. ഓ, മനസമാധാനത്തിന് 34,599 റുപ്യ. മേഡം, മൊയ്തു ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യോ, എന്തിനാ? അയാളൊരു വ്യാജ ഡോക്ടർ ആയിരുന്നു വത്സല മാഡം.